നമ്മുടെ നടുവിൽ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനും കുടുംബവും നമ്മുടെ നടുവിലുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും ജോയിലുമോൻ്റെ പപ്പായും മമ്മിയും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഹൃദയം കൊണ്ട് ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ദൈവദാസനും കുടുംബവുമാണ്. ഇന്നും മുതലല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഞാൻ അവരുടെ വീട്ടിൽ ഞങ്ങൾ ബന്ധുതയിലാകുന്നതിന് മുമ്പേ പോയി നീണ്ട ദിവസങ്ങൾ പാർത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് തൊട്ടേ മനസ്സിൽ ഒത്തിരി ഇഷ്ടമുള്ളൊരു ദൈവദാസനാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ബന്ധുക്കാരാണ്, സ്വന്തക്കാരാണ്. ഹല്ലേലൂയ. എല്ലാം കൊണ്ടും വിലമതിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ബന്ധം ഞാൻ നിങ്ങളോട് രക്തബന്ധത്തെക്കാൾ വലിയ ആത്മീക ബന്ധമാണ്. എൻ്റെ കുടുംബത്തിലൊന്നും ആരും അധികം ആത്മീകതയിലുള്ളവരില്ല, ബ്ലഡ് റിലേഷൻസേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആകെയുള്ള ബന്ധങ്ങൾ ഈ സ്പിരിച്വൽ ബന്ധങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ. അവരെല്ലാം വിശ്വാസികളായിരുന്നു. അപ്പോൾ അവർക്കുള്ള ബന്ധം ഭയങ്കര. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് അപ്പനില്ല, അമ്മയില്ല. ആ സ്ഥാനത്ത് അപ്പനായും അമ്മയായും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ഈ കർത്താവിൻ്റെ ദാസൻ. ഇന്ന് നമ്മുടെ നടുവിൽ വന്നതുകൊണ്ട് സ്തോത്രം. ലിനി എന്നോട് ഇന്നിങ്ങോട്ട് വരുമ്പം പറഞ്ഞു, ഇന്നലെ എവിടെയോ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇന്ന് വരുന്നെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മുടെ ചർച്ച അടുത്ത ദിവസം വരുമായിരിക്കുമെന്ന് പറഞ്ഞു. വന്നപ്പോൾ ഇവിടെ കാണാൻ കൃപ ചെയ്തു. ഹല്ലേലൂയ. താൻ ഒത്തിരി തിരക്കുള്ള ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമണി പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു ദൈവഭൃത്യനാണ്. ഹല്ലേലൂയ. വളരെ നന്നായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയും കർത്താവിൻ്റെ വേലയും ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ബിസിനസ്സുകാരൻ ാണ്. പക്ഷേ അതിനെല്ലാം ഉപരി ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ആ ദൈവദാസന് കൈത്താങ്ങലായി ആ കർത്തൃദാസിക്കും ആ ഒരു വലിയ വെളിപ്പാട് കൊടുത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു അസുഖത്തിന് ഒരു മരുന്ന് പോലും കഴിക്കത്തില്ല അവർ. ജോയിലൊക്കെ അന്ന് ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. കസിയൊക്കെ കുറേ മരുന്ന് കഴിക്കുന്നയാളായിരുന്നു. ഇപ്പോൾ കൂടിയപ്പോൾ എല്ലാ മരുന്നും നിർത്തി. ഹല്ലേലൂയ. പണ്ട് തലവേദനയൊക്കെ വരുമ്പോൾ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോഴേ ഞാൻ പറയും, നിനക്കൊരു പണി തരും ഉറപ്പായിട്ട്. അതുകൊണ്ട് മരുന്ന് കഴിക്കാത്തൊരു ഭർത്താവിനെയാണ് കൊടുത്തേ. ഹല്ലേലൂയ. ഇപ്പം എങ്ങനെയുണ്ട്? പനി വരുമ്പോൾ നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എന്താ? അതൊക്കെ നല്ല ശീലങ്ങളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, യേശു സൗഖ്യമാക്കുന്നവനാണ്. അത് ചില മിനിറ്റുകൾ കർത്താവിൻ്റെ ദാസൻ നമ്മളോട് ദൈവവചനം പറയും. അതിനുശേഷം ഞാൻ നിങ്ങളോട് കുറച്ച് നേരം ദൈവവചനം പറയും. എന്നിട്ട് ഒത്തിരി നീട്ടാതെ ഇന്നത്തെ യോഗം അവസാനിപ്പിക്കും. ഈ ചൂടാന്ന് കരുതി ശുശ്രൂഷ കുറയ്ക്കാൻ പറ്റത്തില്ല. ആമേ. നമ്മൾ ഇതിനെക്കാട്ടി വലിയ ചൂട് വീട്ടിൽ അനുഭവിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അതിനെ ജയിക്കാൻ ദൈവം കൃപ തരട്ടെ. നമുക്ക് ആമേ. കർത്താവിന് സ്തോത്രം. കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദയവായി വന്ന് ശുശ്രൂഷിച്ചാലും ആ കൈകളെ ചേർത്തടിച്ച് ദൈവദാസനെ ഒന്ന് സ്വാഗതം ചെയ്യാം. എഴുന്നേപ്പിച്ച് നിർത്തി സ്വാഗതം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാണ്. Praise the Lord. Hallelujah. 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 ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ സഭയിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നിവിടെ ആരാധനയ്ക്ക് വരണമെന്ന് ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തപ്പോഴേ തീരുമാനിച്ചതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ദൈവസന്നിധി വരുന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്ന, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല, ലജ്ജിച്ചു പോകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ എത്ര വിശ്വാസിയാന്ന് പറഞ്ഞാൽ, എത്ര ഉപദേശിയാണെന്ന് പറഞ്ഞാൽ, എത്ര വിശുദ്ധിയോടെ ജീവിക്കുന്നു പറഞ്ഞാലും ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ പുറത്തൂടെ നടക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ കണ്ട് പതർന്നവരായിട്ടല്ല, അതിൻ്റെ മുകളിൽ കൂടി നടക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, ഏത് പ്രശ്നത്തെ നമ്മളൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഏത് പേരത്തിനും തോക്ക് പിടിച്ചാൽ നമ്മൾ പേടിക്കുമോ? ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നം വന്നാലും ഹല്ലേലൂയ നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ഒരു ദൈവ പൈതൽ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ.
ദൈവത്തിന് നന്ദിയോട്. ഞാൻ ഇന്ന് ഇപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഓർത്ത ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട്, എങ്ങനെ പ്രോപ്പർ വേയിൽ അനുഗ്രഹം പ്രാപിക്കാം, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ എന്ത് ചെയ്താൽ നേരായ വഴി. ഒത്തിരി കുറുക്ക് വഴികളുണ്ട്, ദൈവത്തിൽ നിന്ന് ഒത്തിരി കുറുക്ക് വഴികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുന്ന് കരയുവാണെങ്കിൽ തമ്പുരാൻ മനസ്സിലുള്ളവരാണ്ട് നമ്മളെ അങ്ങ് അനുഗ്രഹിക്കുന്ന അത് ശാശ്വതമല്ല. ഈ ഭിക്ഷക്കാരൻ വന്ന് ചോദിക്കത്തില്ല വല്ലതും തരണേന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കും, ഓരോരുത്തരുടെ മനസ്സും പ്രാപ്തിയാണ് എന്ന് പറഞ്ഞോളൂ. നമ്മളെ കഥാവേ എനിക്ക് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരണം ഒക്കെ പറയുമ്പോൾ ദൈവം മനസ്സലിവ്, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ ഗുണം കൊണ്ടുമല്ല, ദൈവം മനസ്സലിവുള്ളവനാകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും. എന്നാൽ ശാശ്വതമായിട്ടുള്ള, ഇപ്പൊ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പെർമനന്റ് സാലറി ഉണ്ട് അല്ലേ? അവിടെ ചെന്ന് എന്നും പറയണോ എൻ്റെ സാലറി എനിക്ക് 31-ാം തീയതി തരണേ, 1-ാം തീയതി തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പറയണോ? അതങ്ങ് ബാങ്കിൽ വന്നോളൂന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്. അതുപോലെ നമ്മൾ ചിലത് ചെയ്താൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ചിലത് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കും. കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷ കേൾക്കുവാനും അനുഭവിക്കാനുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞാനും ഓൺലൈനിൽ അവിടെ ഇരുന്നുകൊണ്ട് കാണാറുണ്ട്. അപ്പോൾ ലൈവായിട്ട് രോഗികൾ സൗഖ്യമാകുന്നതും ഓരോരുത്തരെ ഇങ്ങനെ പൊക്കുമല്ലേ അവിടെ നിന്നുണ്ട്. എഴുന്നേര്, എന്തോ കാലിന് പ്രശ്നം, ചങ്കിനെന്തോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഈ വചനം നിങ്ങൾക്ക് ശാശ്വതമായ ഒരു അനുഗ്രഹം തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുക. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അപ്പോൾ നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ചിലർ തെറ്റിദ്ധരിച്ച് ചില കാര്യങ്ങൾ പറയാറുണ്ട്. ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ ജീവിതമാണ്, ക്രിസ്തീയ ജീവിതം പ്രതികൂലത്തിന്റെ ജീവിതം. അതൊക്കെ ശരിയാണ്. പക്ഷെ കഷ്ടതയുടെ മുകളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്കൊരു ജയമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വിജയമുണ്ട്, നമുക്കൊരു പരിഹാരമുണ്ട്. നമ്മൾ എന്നും കഷ്ടതയിൽ കൂടെ പോകുവാനായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മൾ അനുഗ്രഹം അനുഭവിക്കുവാനായിട്ടാണ്. പലർക്കും അനുഗ്രഹങ്ങൾ പല രീതിയിൽ, ധാരാളം പണങ്ങളും കാര്യങ്ങളും മക്കളും ഒക്കെ ഉണ്ടായിട്ടെങ്കിലും അത് അനുഭവിക്കാൻ പലർക്കും പറ്റുന്നില്ല. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കും, ദോഷത്തിന് ദോഷവും ശകാരവും പകരം ചെയ്യാതെ. അത് അവിടെ. അപ്പോൾ നമ്മുടെ മാനുഷ്യം, ഹ്യൂമൻ നേച്ചറാണ് എന്താ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയുക, ആരെങ്കിലും നമുക്ക് ദോഷം ചെയ്താൽ പകരം എന്തെങ്കിലും, അല്ലേ, ഞാൻ നിനക്കൊരു പണി തരുമട, അല്ലേ. ഇത് നമ്മുടെ ഹ്യൂമൻ നേച്ചറാ. ഒരു ദൈവതലായാൽ അത് കളഞ്ഞേക്കണം. അതിനെ നമ്മൾ, അത് പഴയ മനുഷ്യന്റെ സ്വഭാവമാണ്. നമ്മൾ ഇനിയിപ്പോൾ എന്തുകൊണ്ട് പുതിയ മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് വരണം. ദൈവം പറഞ്ഞല്ലോ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വഴി. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വിചാരത്തിലേക്ക് വരണം, ദൈവത്തിന്റെ വഴിയിലേക്ക് വരണം. അപ്പൊ മനുഷ്യന്റെ വഴിയാണ് എന്തോ ദോഷത്തിന് ദോഷം ചെയ്യുകയും ശകാരത്തിന് ശകാരം പറയുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവ വഴി എന്തുവാ? അത് ചെയ്യാൻ പാടില്ല. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായോണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ പഴി പറയുന്ന, ദുഷി പറയുന്ന, ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് പറയാതെ നിങ്ങൾ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നില്ലേ? എൻ്റെ കർത്താവ് അതിന് മറുപടി കൊടുത്താട്ടെ. നമ്മുടെ വാഗൊണ്ട് ഒരു ദോഷം ചെയ്യുവാൻ നമുക്ക് ഇടയാകാതിരുന്നാലുണ്ടല്ലോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായി തരും. ദൈവം അവരെ അനുഗ്രഹിക്കണേ എന്ന് അങ്ങ് പ്രാർത്ഥിക്കരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു കെട്ടു പൊട്ടുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അത് ഭാര്യയോടായാലും കൊള്ളാം, ഭർത്താവിനോടായാലും കൊള്ളാം. ആ ഒരു മനോഭാവം നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാകത്തില്ല, വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദോഷത്തിന് ദോഷം ചെയ്യാതെ ശകാരത്തിന് ശകാരം ചെയ്യാതിരുന്നാൽ എന്ത് കിട്ടും? അനുഗ്രഹം അനുഭവിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് അതിന്റെ അടുത്ത വാക്യം വായിക്കുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും അടക്കിക്കൊള്ളുക.
നീ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ജീവനെ ആഗ്രഹിക്കുന്നവരാണ്, ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുന്നവരുമാണ്, അല്ലേ? അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെ. അപ്പൊ ദോഷം എങ്ങനെ? നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒത്തിരി ദോഷം നമ്മുടെ നാവിൽ നിന്ന് വരാറുണ്ട്. മനഃപൂർവ്വം ചെയ്യുന്നവരുമുണ്ട്, പിന്നെ ചിലര് ചുമ്മാ തമാശ പറയും. ഇപ്പം ഈ നാവ് കൊണ്ട് ദോഷം ചെയ്യുന്നത് ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പൊ ഈ സഭയിലെ ഒരു പെൺകൊച്ചിന് അങ്ങ് നമ്മുടെ തിരുവല്ല സഭയിലെ ഒരു കൊച്ചനുമായിട്ടൊരു കല്യാണാലോചന. അപ്പം ഇവിടുത്തെ ഒരു മൂപ്പനെ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ അവിടുന്ന് ഒരാൾ വിളിച്ചു, നിങ്ങളുടെ ചർച്ചിലെ ഒരു കൊച്ചുണ്ടല്ലോ, അതിനുവേണ്ടി ഒരു ആലോചനയ്ക്ക് വേണ്ടിയാ, എന്തുണ്ട്, എങ്ങനെയുണ്ട് അവർ, ആ കുടുംബം എങ്ങനെയുണ്ട്, ആ കൊച്ചൻ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ദോഷം പറഞ്ഞോ? കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ? എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമോ? അതുകൊണ്ട് നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? ദോഷം, ഇങ്ങനെയുള്ള ഗുണമൊന്നും ആർക്കും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതുപോലെ എവിടെയെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി ഗുണങ്ങളുണ്ട്, അല്ലേ? ഒരിടത്തൊരു വേക്കൻസി ഉണ്ട്, നമ്മുടെ പരിചയമുള്ള ഒരാൾ ജോലിയില്ല, അപ്പം ഇന്നിടത്ത് ചെല്ലേ, ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ. എല്ലാ ദൈവമക്കൾക്കും ഉള്ള ഒരു അനുഗ്രഹമാണ് അത്. ദൈവമക്കളെ അനുഗ്രഹിച്ചു നോക്കിക്കൂ, അനുഗ്രഹം നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പല കുടുംബങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ, വിശ്വാസത്തിൽ വന്നിട്ട് ഒരു ഉയർച്ച വരാതിരിക്കും, ഭൗതികമായിട്ടുള്ള ഒരു ഉയർച്ച, അല്ലെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകാതിരിക്കും കുടുംബങ്ങൾ മെയിനായിട്ട് ആരാന്നറിയാവോ? വീട്ടിൽ ഇരുന്നിട്ട് ഇന്നത്തെ പ്രസംഗം കേട്ടായിരുന്നോ? അത് നിനക്കിട്ടായിരുന്നു. ദൈവദാസന്മാരെന്ത് ചെയ്യുക? വിമർശിക്കുക. നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും, പ്രത്യേകിച്ച് ഒരു ദൈവദാസന്, ഒരു ദൈവ പൈതലിനെതിരെ നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് ഒരു ദോഷമുണ്ടാകാൻ ഇടയാകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരും വിശ്വാസത്തിൽ വന്നിട്ടും ഇങ്ങനെയുള്ള ഇതാണ് മുറുകെ പറ്റുന്ന പാപം. ഇത് എടുത്ത് കളയണമെന്ന് വിചാരിച്ചാലും കയറി പിടിക്കുന്ന ഒരു സാധനമായി ഇത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇത് നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. ദോഷം വിട്ടതെന്ന് എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. പിന്നെ സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യണം. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അത് എങ്ങനെയാ പറ്റുന്നത്? എങ്ങനെയാ സമാധാനം അന്വേഷിച്ച്? നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:9 വായിക്കുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവരാരാ? ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്. വഴക്കുണ്ടാക്കുന്നതോ? അപ്പൊ ആരാ നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നേ? ആരാടി ഇത് ചെയ്ത്? നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നെങ്കിൽ നമ്മൾ ഇതുവരെ ദൈവത്തിന്റെ മക്കൾ ആയിട്ടില്ല. ദൈവത്തിന്റെ മക്കൾ ആരാണ്? സമാധാനം ഉണ്ടാക്കുന്ന. അപ്പൊ നമുക്കൊരു ശുഭകാലം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സമാധാനം അന്വേഷിച്ച് പിന്തുടരുന്നവരാകണം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാന്ന് തോന്നുന്നു, ഈ പുതിയ ചിന്തയെന്നും പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് ഇപ്പോൾ വരുന്നുണ്ട്. ഞാനത് പലർക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കുടുംബത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിന് ചായ ഉണ്ടാക്കരുത്. പുള്ളി ശരാൻ കുടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്, പിന്നെ എന്തിനു കൊള്ളാം ഇത് എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പോൾ പുള്ളിക്കാരി, നിങ്ങൾക്ക് വേണേ കുളിക്കുക, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഇതായി. രണ്ടും കൂടെ എങ്ങനായി? വഴക്കായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കുറഞ്ഞു. ഒടുവിൽ പുള്ളിക്കാരി ചിന്തിച്ചു, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഡൈവോഴ്സ് ചെയ്യാം, കുടുംബജീവിതം ഇല്ലാതാക്കാം വരെ തീരുമാനിച്ച ആ ഒരു അവസ്ഥ. അപ്പോൾ അദ്ദേഹം ആ മെസ്സേജ് പറയുന്ന അടുത്തൊരു കാര്യം, ഇപ്പോൾ ഈ സെയിം കാര്യങ്ങൾ നമ്മളെ എങ്ങനെ ഹൗ ടു ഡീൽ എന്നുള്ളത്. അപ്പം ഈ ചായ കുടിച്ചു, അപ്പം രുചിയില്ല. ഇന്ന് എന്തു പറ്റി? ചായക്ക്
നീ ശ്രദ്ധിച്ചില്ലയോ? ഓ ഞാനേ ഇച്ചിരി ധൃതിയിലായിപ്പോയി, രുചിയില്ലേ അല്ലേ, ഞാനിപ്പോൾ കൊണ്ടുതരാം, അത് കുടിക്കണ്ട, ഞാൻ വേറെ ഇപ്പം കൊണ്ടുതരാം. ആ വീട്ടിൽ വഴക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വഴക്കില്ലാതാക്കാൻ നമുക്കൊക്കെ ഇതിന് പറ്റും. നമ്മൾ ഇതിനെല്ലാം പിശാചിനെയാണ് കുറ്റം പറയുന്നത്. നമ്മൾ തന്നെ ഓരോ പരിപാടി ഒപ്പിച്ചിട്ട് പിശാചിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ക്ഷമിക്കുക, നമ്മൾ സഹിക്കുക, നമ്മൾ പൊറുക്കുക. കൊരിന്ത്യർ ലേഖനം 13 സ്നേഹത്തെക്കുറിച്ചുള്ള ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മുടെ സ്നേഹം, അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാം, എല്ലാം സഹിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. കാര്യം ഭർത്താവ്, നമ്മൾ പല കുടുംബങ്ങളിൽ ജനിച്ചവരെ പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ അത് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കാതെ വണ്ണം. അപ്പോൾ ഓക്കെ, ഭർത്താവ് പറഞ്ഞൊരു അഭിപ്രായം നമുക്ക് യോജിക്കുന്നില്ലെങ്കിൽ നമ്മളത് മിണ്ടണം. എന്നാ അങ്ങനെങ്കിൽ അങ്ങനെ. അപ്പം നമ്മൾ അതിന് എതിര് പറയാൻ പോകുമ്പോഴല്ലേ പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ അതിനെ സഹിക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ എത്ര ക്ഷമിക്കുന്നു, എത്ര സഹിക്കുന്നു, അതനുസരിച്ചാണ് ദൈവം നമുക്ക്, ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് പോയിന്റ്സ് തരും. പോയിന്റ്സ് അത് കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കത്തില്ല. നമ്മൾ കർത്താവ് ക്ഷമിക്കാതെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം കേൾക്കുമോ? അപ്പോൾ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ അത് പ്രശ്നം ഉണ്ടാകത്തില്ല, സഭയെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ ദൈവമക്കളാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരെന്തോ പറയും. അതുകൊണ്ട് വഴക്കുണ്ടാക്കാതിരിക്കുക, നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഈ മറ്റൊരു നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാ, പിന്നെ ചില വീട്ടിൽ മീറ്റിംഗ് വെച്ചാൽ പോകത്തില്ല. അപ്പം പിന്നെ ഒരച്ചായൻ ഒരു വീട്ടിൽ മീറ്റിങ്ങിന് വന്നില്ല. അപ്പോൾ അവിടുത്തെ വേറൊരു അച്ചായൻ ഇദ്ദേഹത്തെ ഒന്ന് കുത്തിയിട്ട് ഇത് പറയുന്ന കണ്ടോ, ഇന്നാളും ഒന്നും മീറ്റിങ്ങിന് വന്നില്ലല്ലോ. അപ്പം വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാത്ത ഒരാളാണെങ്കിൽ പറയും, അയാൾ വന്നില്ല, എന്താ ഇവിടെ മീറ്റിംഗ് നടന്നില്ലയോ? അയാൾക്ക് വേണേ വരട്ടെ, അങ്ങനെ വെക്കാം. പക്ഷെ സമാധാനം ഉണ്ടാക്കുന്ന ആളെങ്കിൽ ഞാനൊന്ന് ഉടനെ മൊബൈൽ എടുത്ത് ഒന്ന് വിളിച്ച്, ചായോ മീറ്റിങ്ങിന് കണ്ടില്ലായിരുന്നല്ലോ. അഥവാ അദ്ദേഹത്തിന് എന്തെങ്കിലും പിണക്കം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും, അതുകൊണ്ടാണ് വരാതിരുന്നെങ്കിൽ തന്നെയും അതങ്ങ് മാറിക്കോളും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അത് സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിവുണ്ടെങ്കിലേ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ചുമ്മാതൊന്നും ദൈവം ഇങ്ങോട്ട് ഇത് പ്രമാണം തന്നിരിക്കുന്ന എന്തിനാ? നമ്മൾ അനുസരിക്കാനാ. ഇത് അനുസരിച്ച് കഴിഞ്ഞാൽ മന്ത്ലി നമ്മുടെ സാലറി അക്കൗണ്ടിലോട്ട് വരുന്ന പോലെ ബ്ലെസ്സിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന, നിങ്ങൾ നന്മ ചെയ്തു നോക്ക്, സ്നേഹിച്ചു നോക്ക്, സഹായിച്ചു നോക്ക്, അതിൻ്റെ മറുപടി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട്. അപ്പോൾ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാകണം, വഴക്കുണ്ടാക്കുന്നവരാകരുത്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ അച്ചായന് ഇഷ്ടപ്പെടത്തില്ല, അല്ലെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് പറയാതിരിക്കുക. വഴക്കുണ്ടാക്കുന്ന ഒരു സംഗതി നമ്മൾ പറയാതിരിക്കുക. ചിലർക്കാണേൽ നിന്റെ വീട്ടുകാരങ്ങനെ അടി, അല്ലെ നിങ്ങളുടെ വീട്ടുകാരെ ഇങ്ങനൊക്കെ പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ, നമ്മുടെ സമാധാനം അനുഭവിക്കേണ്ടവരാണ്. ദൈവമക്കളായി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാനൊരിക്കൽ ഒരു മനുഷ്യൻ്റെ അനുഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ കുടിയനായിരുന്നു. എന്നും വീട്ടിൽ അടിയും പിടിയും പാത്രങ്ങളെല്ലാം തല്ലി ഉടച്ച്, ആ വീട്ടിലൊന്നുമില്ല. ഈ മനുഷ്യനെല്ലാം നശിപ്പിച്ച്. ഈ നിരണം ഭാഗത്തുള്ള നിരണം സോംപാസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. ഒടുവിൽ ഒരു മീറ്റിങ്ങിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടപ്പോഴത്തേക്ക് അവിടുത്തെ അടിയും പിടിയും ബഹളവും ഒക്കെ പോയി. ആ വീട്ടിൽ ഫർണിച്ചറായി, ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഇടയായി. അവർ നല്ല നിലയിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ മറ്റൊരു ചിന്ത എവിടെ? ഈ മാനസാന്തരപ്പെട്ട ഈ മനുഷ്യൻ പിന്നെയും ദേഷ്യവും വഴക്കും ഒക്കെ ഉണ്ടായി, ആ വീട്ടിൽ അടിയും പിടിയൊക്കെ ഉണ്ടായി. നാട്ടുകാരെന്തോ പറയും, ഇവൻ എന്തിനാ ഈ പുസ്തകം എടുത്തോണ്ടേ പോകുന്നത്? അപ്പം നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടായാലും അവർ പറയും, കണ്ടോ ഇപ്പോൾ ആ വീട് എത്ര അനുഗ്രഹിക്കപ്പെട്ടു, സമാധാനം, അവിടുത്തെ ബഹളം എല്ലാം പോയി, നമുക്കൂടെ അവരുടെ കൂടെ പോകാം. നമ്മൾ സുവിശേഷം പറയാതെ ജനം ദൈവത്തിങ്കിലേക്ക് വരാനുള്ളൊരു മാർഗമാണ്. ഹല്ലേലൂയ. സക്കറിയ പ്രവചനത്തിൽ പറയുന്ന
അന്ത്യകാലത്ത് നടക്കേണ്ട ഒരു 8:23 തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ, ഈ അന്ത്യകാലത്ത് ആൾക്കാര് പറയുന്നത് എന്താ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു, അതുകൊണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് മറ്റുള്ളവർ അറിയണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സന്തോഷത്തെ, എൻ്റെ ദൈവം എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന് പറഞ്ഞാൽ അവിടെ വിടുതൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂടെ വരുവാനായിട്ട് ഇടയായിത്തീരണം ദൈവത്തിന്. ഈ പെന്തക്കോസ്തിന്റെ മാർഗം ഞാൻ ഇതിന്റെ ചരിത്രം കുറെ പഠിച്ച അന്നേരം എനിക്ക് മനസ്സിലായതെന്നുണ്ടോ, വെറും ചുരുക്കം ആൾക്കാരായിരുന്നു ഹല്ലേലൂയ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവിടെ തോമാസ് ലീഹ വന്നെന്ന് പറഞ്ഞാൽ കോളേജുകൾ സ്ഥലങ്ങളിലെ സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, സമാധാനം അന്വേഷിക്കുന്നവരായിരിക്കും. അടുത്തതായിട്ട് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 1-2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ അനുഗ്രഹം, അവിടെ പറയുന്നത് ശുഭകാലം കാണുവാൻ, പിന്നെ ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏത് നിലയിലും നമ്മുടെ പേരൻസിനെ ബഹുമാനിക്കുവാൻ, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മേക്ക് ദം ഹാപ്പി. ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട് മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഭവ്യതയോട് മാറി നിൽക്കുക മാത്രം. അതൊരു റെസ്പെക്റ്റാ അല്ലേ, ബഹുമാനിക്കുന്ന. അതുകൊണ്ട് ഒതുക്കരുത്. മേക്ക് ദം ഹാപ്പി, അവരെ സന്തോഷിപ്പിക്കുക. അത് ചിലപ്പോൾ നമ്മൾ ചെന്ന അടുത്ത് എന്തോട്ടാ വിശേഷം, എന്തോട്ടപ്പ വിശേഷം, അമ്മച്ചി എന്തുണ്ട് എന്നൊക്കെ പറയും, ഒന്ന് തലോടി അല്ലെ അവർക്ക് ഇഷ്ടമുള്ള ഒരു മുട്ടായിയോ. ഇസഹാക്ക് അനുഗ്രഹിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലയോ, നീ പോയി ഒരു വേട്ടമൃഗത്തെ കൊണ്ട്. അപ്പോൾ ചില അപ്പച്ചന്മാർക്ക് ചില ഇതൊക്കെ ഉണ്ട്, അവർക്ക് ഇച്ചിരി നല്ല ആഹാരം കൊടുക്കുക, ചിലർക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. ഞാൻ പല ദൈവദാസന്മാരെ ഇങ്ങനെ പ്രായമായ ദൈവദാസന്മാർക്ക് ഒരു 10,000 രൂപ 100ന്റെ കെട്ട്, ഒരു കെട്ടുണ്ടല്ലോ, ഇതങ്ങോട്ട് കൊണ്ട് കയ്യിലോട്ട് കൊടുത്തിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ പേരൻസിന്റെ അനുഗ്രഹം. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ആരും മെനക്കെടാറില്ല. പണ്ടൊക്കെ കല്യാണം കഴിക്കുന്ന ചെറുക്കനായാലും പെണ്ണായാലും ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, അമ്മാച്ചന്മാരെ, നമ്മുടെ വീട്ടിലെ തലമുതിർന്നവരുടെ എല്ലാം കാല് തൊട്ട് വന്നിക്കുമായിരുന്നു. അവരെന്നിട്ട് തലേ കൈവച്ചിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് വലിയ പവറുള്ള കാര്യമാണ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നത്. അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്താൽ, ഇപ്പോൾ ഒരാൾ വളരെ വിശന്ന് വരുമോ, ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുത്താൽ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ഇങ്ങനെ നമ്മൾക്ക് ചെയ്യാവുന്നത് ചെയ്തു നോക്കിക്കോ, അനുഗ്രഹം തന്നെ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പേരൻസിന്, അത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ആ പേരൻസിന് എന്താണ്? മേക്ക് ദം ഹാപ്പി. അവരെ സന്തോഷിപ്പിക്കുവാനായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതിന്. ചിലപ്പോൾ അവർക്ക് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായാലും ദൈവം അറിയുന്നു, ദൈവം അതിന് നമുക്ക് എന്ത് തരും? പ്രതിഫലം തരുവാനായിട്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അടുത്തതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 6:38. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്നൊരു നല്ലൊരു അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര ഒരു മർമ്മോ ഇത്. കൊടുപ്പീൻ, കൊടുത്തില്ലല്ലോ, പലർക്കും കിട്ടാത്ത ഇതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പല ദൈവദാസന്മാർക്കും ഒരു ചിന്തയുണ്ട്, ഞങ്ങൾ കർത്താവിൻ്റെ ആലയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നാൽ മതി. അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം പലരും അങ്ങ് മറക്കും. പക്ഷെങ്കിൽ ആരായാലും എന്ത് ചെയ്യണം? കൊടുത്താൽ കിട്ടും. ഇപ്പം ഇനി എവിടെ കൊടുക്കേണ്ടതെന്നുള്ളൊരു സംശയമുണ്ട് അല്ലേ? സദൃശവാക്യം 3:9-10. യഹോവയെ നിന്റെ ധനം കൊണ്ടും, യഹോവയെ നിന്റെ ധനം കൊണ്ടും, എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. എല്ലാ വിളവിന്റെയും
ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. നമ്മുടെ മുമ്പേ വായിച്ച വാക്കി തന്നെ പറയാം, അമർത്തി, നമ്മൾ അമർത്താതാ കൊടുക്കുന്നതെങ്കിലും ഇങ്ങോട്ട് തരുന്നത് എങ്ങനെയാ? അമർത്തി കുലുക്കി. നമ്മൾ വിചാരിക്കുന്ന ആ പേട 200 രൂപ ഉണ്ട്, 100 രൂപ സ്വതരാഴ്ച ഇട്ടാ എങ്ങനെ? എൻ്റെ കൂടെ അജ്മാനിലൊരു സഹോദരൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഞാൻ 2008 മുതൽ എല്ലാ മാസവും നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൺവെൻഷൻ നടത്തും. ആരുടെയും പൈസ വാങ്ങിക്കുന്നത് ഞങ്ങളായിരിക്കും മിക്കവാറും. അപ്പോൾ അദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ടെസ്റ്റ് മണി, അദ്ദേഹം ആദ്യമായിട്ട് മീറ്റിങ്ങിന് പോയി. അദ്ദേഹത്തിൻ്റെ 5 രൂപ ഉണ്ട്, ഭാര്യ കൊടുത്തു വിട്ടത്. തിരിച്ചു വരുമ്പം ഇച്ചിരി മുളകും മല്ലി ഏതാണ്ട് അത്യാവശ്യ കാര്യം, അവർക്കന്ന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിരുന്നത്. പക്ഷേ എന്തോ വന്നു, സ്വോത്രകാഴ്ച പാത്രം വന്നു. ഇതിട്ടാൽ കാര്യം നടക്കത്തില്ല. പിന്നെ ഇട്ടില്ല എങ്ങനാ? പുള്ളി ഏതായാലും അങ്ങ് 5 രൂപയേ ഉള്ളൂ, പക്ഷെങ്കിൽ അതങ്ങ് ഇട്ടു. പുള്ളി പറയുന്ന അന്ന് പുള്ളിയുടെ അറബി വിളിച്ചിട്ട് 1000 ദിർഹംസ് കൊടുത്തു. എന്തോ ആവശ്യത്തിന് അറബിക്ക് തോന്നി, 1000 ദിർഹംസ് കൊടുത്തു. അപ്പൊ കൊടുപ്പീൻ എന്നാൽ കിട്ടും. നമ്മൾ കൊടുത്ത എത്ര? 5. കിട്ടിയത് എത്ര? 1000. അമർത്തി കുലുക്കി. ഇപ്പൊ വായിച്ച എങ്ങനെയാണെന്നറിയാവോ? യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ മർത്തോമയിലായിരുന്ന സമയത്ത് കപ്പ പറിച്ചാൽ അത് തേങ്ങയുടെ വീതം, ഇത് ഒരു ആദ്യഫല വിളവോട് ഒരു ഇതുണ്ടായിരുന്നു. എല്ലാം പള്ളി കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും? ലേലം വിളിക്കാറ്. ഇന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആദ്യഫലം കൊടുക്കുന്നില്ല. പണ്ട് പിന്നെ പിരിയടി എന്ന് പറഞ്ഞൊരു സാധനം, പിടിയരി ഓരോ വീട്ടിൽ നിന്നും എന്തുവാ നമ്മളെ കലത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് ഒരു പിടി വാരി മാറ്റി വെക്കും. പല പാസ്റ്റർമാരും പറഞ്ഞിട്ടുണ്ട്, ഈ പാസ്റ്റർമാരുടെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിടിയരിയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുഴുക്കലരി വരും, പച്ചരി വരും, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവർക്ക് കിട്ടുന്ന ഇതെല്ലാം കൂടെ ഒന്നിച്ചാ. അപ്പോൾ അത് കഴിച്ച് വളർന്നുകൊണ്ട്. പക്ഷെ ഇത് കൊടുത്തവർക്കൊക്കെ എന്തുകൊണ്ട്? ക്രിസ്തീയ ലോകം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു മെയിൻ റീസൺ കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അമർത്തി കുലുക്കി തരും. ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത് നിന്റെ കളപ്പുരകൾ, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് കഴിയുന്നത്ര ഏതെല്ലാം നിലയിൽ നമ്മൾ കൊടുത്തു. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിന് പ്രതിഫലം. ഒരു ഉപദേശം ഇങ്ങനെ പ്രസംഗിച്ചു, അങ്ങനെ ഒരു തണ്ണീർ, ഒരു ഗ്ലാസം പച്ചവെള്ളം കൊടുത്താൽ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് ചൂടാക്കി ഇച്ചിരി കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താലോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകയില്ലെങ്കിൽ നമ്മൾ എന്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു അതിന് മറുപടി കിട്ടാതെ പോകയില്ല. ദൈവത്തിന് സ്തോത്രം. മലാഖി 3:10 വായിച്ചു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം വെല്ലുവിളിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ. വെല്ലുവിളിച്ചു പറയുക, നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിച്ചു. ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുവന്ന് നോക്കുക. നിങ്ങളുടെ ഞാൻ എന്തിനാ ദൈവം ഇങ്ങനെ പറഞ്ഞ്? മറ്റ് നമ്മൾ ആവർത്തനമൊക്കെ വായിക്കുന്നോണ്ടേ നിന്റെ കൃഷിഫലം, പിന്നെ കാള, പേറ്, പെറുപ്പ്, ഇതൊക്കെ അനുഗ്രഹിക്കും. ഇതെന്താ പറഞ്ഞത്? സ്വർഗത്തിന്റെ കിളിവാതികൾ തുറന്ന് തരുമെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ചിന്തിച്ചേ, കാരണം ഇപ്പം റബ്ബറിന്റെ ഇപ്പം റബ്ബറിന് എന്ത് ചെയ്തു? പാല് കൂടിയെന്ന് പറഞ്ഞാലും വിലയില്ല. പെട്രോൾ ആയിരുന്നു എല്ലാവരും ആശ്രയിച്ചിരുന്നു. പെട്രോൾ നല്ല വില, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ, ഓയിൽ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ ഈ ഷെയറിലൊക്കെ എടുക്കുന്നവർക്ക് വലിയ ഇതറിയും. ഇപ്പോൾ ഓയിലിൻ്റെയും വില പോയി. അപ്പോൾ ഇവിടുത്തെ ഓയിലിൻ്റെ വില പോയാലും റബ്ബറിൻ്റെ വില പോയാലും തേങ്ങയ്ക്ക് വില കുറഞ്ഞാലും നീ ഭാരപ്പെടേണ്ട. നിന്റെ സോഴ്സ് ഓഫ് ഇൻകം എവിടുന്ന? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലര് ചോദിക്കത്തില്ല, ദൈവം എന്താ നൂലെ കെട്ടി ഇറക്കുമെന്ന്? ഞാൻ പറയാറുണ്ട്, ദൈവത്തിന് നൂലിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൊടുത്താൽ അത് നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം,
നമ്മുടെ കുഞ്ഞുങ്ങൾ വാട്ടെവർ വി ഹാവ്, നമുക്ക് എന്തുണ്ടോ അത് ദൈവത്തിന് വേണ്ടി കൊടുക്ക്. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഇവിടുത്തെ സ്തോത്രാഴ്ചയൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ എടുക്കാൻ പോവാ. അപ്പം കൊടുത്തു, അമർത്തി. അപ്പൊ അമർത്തി കുലുക്കി അങ്ങോട്ട് കൊടുക്കുന്നെങ്കിലോ അപ്പൊ അങ്ങനെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊടുപ്പീൻ എന്നാൽ ദൈവം ഈ വചനങ്ങൾ നിങ്ങൾ ഇത് അനുസരിച്ച് നോക്കിയോ, 100% ഗ്യാരണ്ടീഡാ. ഇല്ലെങ്കിൽ എന്നോട് പറ. ഗ്യാരണ്ടി ആയിട്ട് അനുഗ്രഹം കിട്ടുന്ന വചനങ്ങളാ പറഞ്ഞത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.